ഒരു PR വർക്കുമായി പിണറായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കടൽ കടന്ന് അമേരിക്കയും ട്രംപുമായി ഒക്കെയാണ് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ദയനീയമായ സ്ഥിതിയിൽ ഇന്നും ജീവിതം പുലർത്തുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് അത്തരത്തിലേക്ക് ഒരു കാഴ്ചയിലേക്കാണ് ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായെന്നാണ് പിണറായി സർക്കാരിൻ്റെ പ്രഖ്യാപനം. ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമമായ വട്ടവട പഞ്ചായത്തിൽ സ്ഥിതി മറ്റൊന്നാണ്. അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. பார்க்கவும் செய்யும், இடைக்கு பக்கத்தில் போயிட்டு வேலைக்கு போயிட்டு வந்து என்னையும் பார்த்துக்கிறோம். வீடு இப்போ 10-40 வருஷத்துக்கு மேலே இப்போ பேப்பர் போட்டு தான் நான் உட்காந்துருக்கேன். பேப்பர் போட்டு தான் இந்த வீட்டில் இருக்கேன். நான் வந்து முக்கியஸ்தரெலாம் வந்து பார்ப்பாங்க, பார்த்துட்டு செய்கிறேன்னு சொல்லுவாங்க. ஆனால் இதுவரையில் செஞ்சதே இல்லை. ഇപ്പൊ എന്റെ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. വീടും ഇല്ല, ഒന്നുമില്ല. അതുപോലെ തന്നെ അവര് നോക്കാനായിട്ട് ഒരാൾ വേണം. അവരെ വിട്ട് വെച്ച് ഞാൻ പോയാൽ ഒരു വീട്ടിൽ ഒരു കഴിവില്ല. മക്കളെ 3 എണ്ണം ഉണ്ട്. ഒരു പൈസയും കിട്ടിയില്ല. ഞങ്ങൾക്ക് എന്ത് ഒരു പ്രയോജനമില്ല. സുബിൻ തോമസിന്റെ വിശദാംശങ്ങൾ നൽകാനായി. സുബിൻ, ഈ പ്രതികരണങ്ങളൊക്കെ ഒരുപക്ഷെ വല്ലാതെ ഉള്ളു പൊള്ളിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും കൊണ്ടുവരാനുണ്ട്, ഒരുപാട് ശ്രദ്ധയും ലഭിക്കാനുണ്ട്. ഈ സാഹചര്യം, ഈ സത്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് കോടികൾ പൊടിപിടിച്ച് ഒരുപക്ഷെ ഈ സംസാരിക്കുന്നവർക്കൊക്കെ ഒരുപക്ഷെ നല്ലൊരു അടച്ചുറപ്പുള്ള വീട് പണിയാൻ ലഭിക്കേണ്ട തുകയും വകമാറ്റി ധൂർത്ത് നടത്തിയിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണാം സുബിൻ? തന്നെയാണ് വലിയ ധൂർത്ത് നടത്തുമ്പോഴും ഇത്തരത്തിൽ നിരവധി ആളുകൾ ഈ ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ ഒരു വീടിനായി അല്ലെങ്കിൽ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇടുക്കി ജില്ലയിലെ ഇത്തരത്തിലുള്ള ആളുകളുടെ ദുരിതങ്ങൾ നമ്മൾ ജനം ടിവിയിലൂടെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ അവസാനമായി വട്ടവട പഞ്ചായത്തിലെ ആ ഒരു ദുരിത കാഴ്ചകളാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. വട്ടവട സ്വദേശിയായിട്ടുള്ള ചിലന്തിയാർ സ്വദേശിയായിട്ടുള്ള മാരിയപ്പൻ എന്നയാളുടെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. കഴിഞ്ഞ 10-35 വർഷമായി നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മണ്ണ് പുതച്ച ഒരു വീടിൽ മുകൾ ഭാഗത്തെല്ലാം പഴുതാ വലിച്ചു കെട്ടിയാണ് ഈ മാരിയപ്പനും ഭാര്യ ഭഗവതിയും കഴിയുന്നത്. ഈ മാരിയപ്പന്റെ ഒരു കാല് മുറിച്ചു കളഞ്ഞതാണ്. അതായത് വീട്ടിലേക്ക് വിറകുമായി വരുന്നതിനിടെ വീണ് ഈ കാല് ഒടിയുകയും തുടർന്ന് ഈ കാല് മുറിച്ചു കളയുകയും ചെയ്തു. ഏകദേശം 10 വർഷത്തിലധികമായി ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ മാരിയപ്പനുള്ളത്. പ്രായാധിക്യം മൂലം ഭഗവതിക്ക് ജോലികൾക്കൊന്നും പോകാനും കഴിയുന്നില്ല. അത്തരത്തിൽ വലിയ ദുരിതത്തിൽ അവർ കഴിയുന്നു. നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ ചിലന്തിയാർ എന്ന് പറയുന്നത് വട്ടവടയിൽ നിന്ന് വീണ്ടും ഉള്ളിലേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്ററിലധികം ഉള്ളിലേക്ക് പോകണം. ഓഫ് റോഡ് വഴിയാണ്, മറ്റ് ഗതാഗത യോഗ്യമായ റോഡുകളൊന്നും തന്നെ ഇല്ല. അവിടെ നിന്ന് ഇവർക്ക് ആശുപത്രിയിലൊക്കെ പോകണമെങ്കിൽ പോലും അടിമാലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തണം, അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കോ പോകണമെങ്കിൽ വലിയ തുക ചെലവാകും. അതുകൊണ്ട് തന്നെ ആശുപത്രിയിലൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത്തരത്തിൽ വലിയ ദുരിതത്തിലാണ് ആ കുടുംബം കഴിയുന്നത്. ഈ അടുത്തുള്ള ആളുകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ആ കുടുംബം ഓരോ ദിവസവും മുമ്പോട്ട് നീക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ പട്ടിക, അതായത് അതിദരിദ്രരുടെ പട്ടിക വട്ടവട പഞ്ചായത്തിൽ തയ്യാറാക്കിയെങ്കിൽ അതിലൊന്നും തന്നെ ഈ ഒരു കുടുംബം ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. വട്ടവട പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ കാർഷിക മേഖലയാണ്. നിരവധി ഗോത്രവർഗ വിഭാഗക്കാർ താമസിക്കുന്ന ഒരിടമാണ്. ഏകദേശം 5 ഉന്നതികൾ ഈ പഞ്ചായത്തിൽ തന്നെയുണ്ട്. അവിടെയെല്ലാം തന്നെ കടന്നു ചെല്ലാൻ, അതായത് റോഡില്ലാത്തത് കൊണ്ട് കടന്നു ചെല്ലാൻ കഴിയാത്ത ഉന്നതികളാണ് ഈ 5 ഉന്നതികളും. അവിടെയൊക്കെ ഇത്തരത്തിൽ നരകിച്ച് ജീവിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകളൊന്നും തന്നെ ഈ അതിദരിദ്രരുടെ പട്ടികയിൽ പെട്ടിട്ടില്ല. ആകെ 3 പേർ മാത്രമാണ് വട്ടവട ഗ്രാമപഞ്ചായത്തിന്റെ അതിദരിദ്രരുടെ പട്ടികയിലുള്ളത്. അതിൽ 2 പേർ മരിച്ചുപോയി. നിലവിൽ ഒരാൾ മാത്രമാണ് ഈ അതിദരിദ്രരുടെ പട്ടികയിലുള്ളത്. മറ്റുള്ള ആളുകൾ എവിടെ എന്ന ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. അല്ലെങ്കിൽ തങ്ങളെപ്പോലുള്ള ആളുകളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ പേരെന്തുകൊണ്ട് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളൊരു ചോദ്യം. ഇവിടെ ഈ നേരത്തെ തന്നെ സർക്കാരും അല്ലെങ്കിൽ തദ്ദേശ വകുപ്പൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം, അതായത് യഥാർത്ഥ മാനദണ്ഡം എന്താണെന്ന് ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് കേട്ടോ, അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഒരു നിർവചനം, നമ്മുടെ MV ഗോവിന്ദ മാഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു താത്വികമായിട്ടുള്ള ഒരു നിർവചനം, അതിങ്ങനെയാണ് സുബിൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേൾക്കുക. ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയാണ് അതിദാരിദ്ര്യം. ഭക്ഷണത്തിനോ സുരക്ഷിതമായ വാസസ്ഥലത്തിനോ ചികിത്സയ്ക്കോ സാമൂഹികക്ഷേമ സഹായങ്ങൾക്കോ വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ശാരീരികമോ മാനസികവുമായ കാരണങ്ങളാൽ അതിജീവന ശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ട നിരാലംബരുടെ കൂട്ടമാണിത്. ഇവരെ കണ്ടെത്തി അവർക്ക് വേണ്ടി മാത്രമായി വ്യക്തിഗത മൈക്രോ പ്ലാൻസ്
ഇത് തയ്യാറാക്കി ഓരോ കുടുംബത്തെയും അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്നതാണ് ഈ പദ്ധതിയുടെ കാതലായ ലക്ഷ്യം. സുബിൻ, ഇനി പറയും, ഇവിടെയൊക്കെ ഈ സർക്കാർ പറയുന്ന കുട്ടിഘോഷിക്കുന്ന മൈക്രോ പ്ലാനുകൾ എവിടെ? ഇത്തരത്തിൽ ഒരു പദ്ധതികളും ഈ വട്ടവട പഞ്ചായത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായ കാര്യം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച മാരിയപ്പൻ ഈ കാല് മുറിച്ചു മാറ്റിയ ശേഷം നിരവധി തവണ വട്ടവട പഞ്ചായത്തിലെത്തിയിരുന്നു. വട്ടവട പഞ്ചായത്തിലെത്തി തനിക്ക് ഒരു ഉപജീവന മാർഗത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി തരണം, അല്ലെങ്കിൽ ഒരു ചെറിയ കടയിട്ട് തരണം, അല്ലെങ്കിൽ ഒരു ലോട്ടറി കച്ചവടത്തിന് ആവശ്യമായ ഒരു മുച്ചക്ര വാഹനമെങ്കിലും തനിക്ക് നൽകണമെന്ന് ഈ മാരിയപ്പൻ ആവശ്യപ്പെട്ടെങ്കിലും ഇതെല്ലാം തന്നെ നിരാകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായതെന്ന് മാരിയപ്പൻ തന്നെ പറയുന്നുണ്ട്. എവിടെ ഇത്തരത്തിലുള്ള പദ്ധതികൾ, അതായത് ഈ സാധാരണക്കാരായ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഈ അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് അവർക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം ഉണ്ടാക്കി നൽകാൻ, അല്ലെങ്കിൽ ഉണ്ടാക്കി നൽകുമെന്ന് പറഞ്ഞ ആ മൈക്രോ പദ്ധതികൾ അത് വട്ടവട പഞ്ചായത്തിൽ ഇതുവരെ നടപ്പായിട്ടില്ല. പദ്ധതികളുടെ ഒരു പ്രാഥമിക നടപടികൾ പോലും ഈ വട്ടവട പഞ്ചായത്തിൽ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇത്തരത്തിൽ നിരവധി ആളുകൾ ഈ വട്ടവട പഞ്ചായത്തിന്റെ കൊട്ടക്കമ്പൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലുണ്ട്. അതായത് നമ്മൾ 2 ദിവസം മുമ്പ് നൽകിയ ഒരു വാർത്ത പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഏകദേശം 15ഓളം കുടുംബങ്ങൾ ഒറ്റമുറി വീട്ടിൽ ചേർന്ന് താമസിക്കുന്ന ഒരു സാഹചര്യം. ഒരു SC ഉന്നതിയാണ്. ആ ഉന്നതിയിലെ 18 കുടുംബങ്ങളാണ് ഒരു മതിൽക്കെട്ടിനുള്ളിൽ, അല്ലെങ്കിൽ മതിൽക്കെട്ടിനുള്ളിൽ എന്ന പോലെ ഇടുങ്ങി താമസിക്കുന്ന സാഹചര്യം. ആ കുടുംബം ഒരു വീട്ടിൽ ചെറിയ ഒറ്റമുറി വീട്, ആ ഒറ്റമുറി വീട്ടിൽ ഏകദേശം 6-7 പേർ തിങ്ങി താമസിക്കുന്ന സ്ഥിതി വരെ ഈ ഒരു വട്ടവട പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലുണ്ട്. ഇവരെല്ലാം തന്നെ സഹായങ്ങൾക്കായി സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അപേക്ഷിക്കുകയും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിരവധി തവണ കയറിറങ്ങുകയൊക്കെ ചെയ്തെങ്കിലും അത്തരത്തിൽ ഒരു നടപടിക്രമങ്ങളും അവർക്ക് ഉണ്ടായിട്ടില്ല. ഈ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടെ വീടിനായി കാത്തിരിക്കുന്നവരുണ്ട്. പലപ്പോഴും വീട് അവർക്ക് ലഭ്യമാകുമെന്ന് പറയുന്നതല്ലാതെ ഇതിനു വേണ്ട തുടർ നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട യഥാർത്ഥ വസ്തുത. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒന്ന് നോക്കൂ, ഇത് ഒരു വലിയ സമഗ്ര പദ്ധതിയായിട്ടാണ് സർക്കാർ അവതരിപ്പിച്ചത് കേട്ടോ. ആദ്യം അതിദാരിദ്ര്യത്തിന് ഒരു നിർവചനവും അതിനുശേഷം അതെങ്ങനെ ഇല്ലാതാക്കാമെന്നതിന് ഒരു സമഗ്രമായ ലക്ഷ്യം വെച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ശാസ്ത്രം കൃത്യമായി തന്നെ പഠനം നടത്തി. അതിനുശേഷം ലക്ഷ്യനിർണ്ണയത്തിലെ സമീപനപരമായ മാറ്റം, തുടർന്ന് ചൈനയുടെ ഒരു മോഡൽ കൃത്യമായി തന്നെ എടുത്തു. എങ്ങനെയാണ് ചൈന അതിദാരിദ്ര്യം ഇല്ലാതാക്കിയത്, ആ മോഡലിൻ്റെ അടിസ്ഥാനത്തിൽ ചില കർമ്മ പദ്ധതികൾ തയ്യാറാക്കി. ബഹുമുഖ ദാരിദ്ര്യ സമീപനം, അങ്ങനെ ഓരോ കാറ്റഗറിക്കലായിട്ട് ആഹാരം, വാസസ്ഥലം, ആരോഗ്യം, വരുമാനം. അപ്പോൾ ഈ പദ്ധതി എടുത്ത് നോക്കിയാൽ ഇതൊരു സമഗ്ര പദ്ധതിയാണ് കേട്ടോ, അതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ ഈ മൈക്രോ പ്ലാനുകളൊക്കെ എഫക്റ്റീവായോ, ഇതൊക്കെ താഴെത്തട്ടിൽ എത്തിയോ എന്നതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. ഇതിൽ ഏറ്റവും രസകരമായൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഗംഭീരമായൊരു പദ്ധതിയാണെങ്കിൽ ഈ പദ്ധതി തയ്യാറാക്കുന്നതിൽ എത്ര കോടി രൂപ പോയി എന്നും കൂടി നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ടി വരും.